ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറിയൽസ്, പൾസസ്, അതുപോലെ ഓയിൽ സീഡ്സ് ഇതിന്റെയൊക്കെ കോമ്പോസിഷൻ, സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും വരുന്നത്. അപ്പൊ ഇനി നമുക്ക് സിലബസിൽ പഠിക്കാനായിട്ടുള്ള അതിന്റെ പ്രോസസ്സിങ്ങുകളാണ്. അപ്പം ഈ പ്രോസസ്സിങ് സ്റ്റെപ്സ്, അതേപോലെ അതിന്റെ പ്രോഡക്ട്സ്, ബൈ പ്രോഡക്ട്സ് കാര്യങ്ങളാണ് പഠിച്ചു പോകാനായിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെറിയൽസിന്റെ പ്രോസസ്സിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സെറിയൽസിൽ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റൈസിന്റെ പ്രോസസ്സിംഗ് ആണ്. അതേപോലെ റൈസിന്റെ പ്രോസസ്സിംഗിന്റെ കൂടെ തന്നെ അതിന്റെ പ്രോഡക്ട്സും അതേപോലെ ബൈ പ്രോഡക്ട്സ് കാര്യങ്ങളും നമുക്ക് ഇന്ന് കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പം റൈസ് നമുക്കറിയാം അതിന്റെ സയന്റിഫിക് നെയിം എന്താണ് വരുന്നത്? ഒറൈസ സെറ്റൈവ അല്ലെ. ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് ഫുഡ് ഗ്രെയിൻസ് ഓഫ് ദ വേൾഡ് ആൻഡ് നിയർലി 2/3 ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് partially or totally adopted rice as their main food. നമ്മൾ മെയിൻ ഫുഡായിട്ട് ഒരു 2/3 ഓഫ് പോപ്പുലേഷനും കണക്കാക്കപ്പെടുന്നത് റൈസ് തന്നെയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. റൈസ് മില്ലിംഗ് ഇസ് ദ പ്രോസസ് wherein the rough rice grain is transformed into a form suitable for human consumption. അപ്പം റൈസിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് മില്ലിംഗ് ആണ്. അപ്പൊ മില്ലിങ്ങിൽ എന്താണ് ചെയ്യുന്നത്? റഫ് റൈസ് ഗ്രെയിനിനെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മില്ലിംഗ് എന്ന് പറയുന്നത്. എന്താണ് മില്ലിങ്ങിൽ സംഭവിക്കുന്നത്? പാഡി ഗ്രെയിനിന്റെ മുകളിലുള്ള ഹസ്ക് ലെയർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് മില്ലിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ ഈ ഹസ്ക് റിമൂവ് ചെയ്ത് കിട്ടുന്ന ഗ്രെയിനില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രൗൺ റൈസ്. ആ പ്രോഡക്റ്റിന്റെ പേരാണ് എന്ത്? ബ്രൗൺ റൈസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ ബ്രൗൺ റൈസ് ഫെർദർ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് വീണ്ടും നമ്മൾ മില്ല് ചെയ്ത് അതിന് പുറമെയുള്ള ബ്രാൻ ലെയേഴ്സ് ഇല്ലേ, അത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് വൈറ്റ് റൈസ്. ഓക്കെ, ഈ വൈറ്റ് റൈസ് ആയിരിക്കും കുറച്ചും കൂടി വിഷ്വലി അപ്പീലിംഗ് ഒക്കെ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് റൈസിന്റെ പ്രോസസ്സിംഗ് സ്റ്റെപ്സിനെ കുറിച്ചാണ്. റൈസിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മില്ലിംഗ് ആണ് വരുന്നത്. അപ്പൊ മില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസിന്റെ പുറമേയുള്ള ഹസ്ക് ലെയർ അത് റിമൂവ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ്. ഈ ഹസ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ബ്രൗൺ റൈസ്. ബ്രൗൺ റൈസിൽ വീണ്ടും നമ്മൾ മില്ലിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ പുറമേയുള്ള ബ്രാൻ ലെയേഴ്സ് റിമൂവ് ചെയ്യപ്പെടുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് എന്ത്? വൈറ്റ് റൈസ് എന്നുള്ളത്. കോമൺ ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് റൈസിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, റൈസ് മില്ലിംഗ് തന്നെ സ്മോൾ സ്കെയിൽ ആയിട്ടും ചെയ്യാം, അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ ആയിട്ടും ചെയ്യാം. ഈ റൈസ് മില്ലിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഇതിന് പുറമേയുള്ള നമ്മുടെ പാഡി ഗ്രെയിനിന് പുറമേയുള്ള ഹസ്ക് അല്ലെങ്കിൽ അതേപോലെ ബ്രാൻഡ് ഒക്കെ റിമൂവലാണ്. എന്നിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? എൻഡോസ്പേം ആണ്. അതിന്റെ മിനിമം ബ്രേക്കേജ് ആണ് ഈ മില്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഈ ബ്രാനും ഹസ്കും റിമൂവ്, നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ പഠിച്ചതാണ് അല്ലെ, റൈസിന്റെ പാഡി ഗ്രെയിനിന്റെ. അതിന്റെ ഹസ്കും ബ്രാനും റിമൂവ് ചെയ്ത് എൻഡോസ്പേമിന് കാര്യമായ ബ്രേക്കേജ് ഒന്നും സംഭവിക്കാതെ നമുക്ക് റൈസ് ആയിട്ട് പ്രോഡക്റ്റ് കിട്ടണം അല്ലെ. അതാണ് മില്ലിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും മില്ലിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യപ്പെടുന്ന പാഡി എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് എത്രയായിരിക്കണം? 18 to 25% ആയിരിക്കണം. എന്നിട്ട് പിന്നീട് അതിനെ എത്രയിലോട്ട് ഡ്രൈ ചെയ്യപ്പെടണം? 12 to 13%. മില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഗ്രെയിനിന്റെ മോയ്സ്ചറിന്റെ പെർസെൻറ്റേജ് അല്ലെ മോയ്സ്ചർ റേഞ്ച് എത്രയാവണം എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ഹാർവെസ്റ്റ് ചെയ്യപ്പെടുന്ന ക്രോപ്പിന് 18 to 25% മോയ്സ്ചറും അതുപോലെ അത് വീണ്ടും ഡ്രൈ ചെയ്ത് 12 to 13% എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഗ്രെയിനിനെ എത്തിക്കണം. ഓക്കെ, ഇനി നമുക്ക് മില്ലിങ്ങിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു സ്മോൾ സ്കെയിൽ മില്ലിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ ആയിട്ട് നമ്മുടെ മോഡേൺ മില്ലിംഗ് പ്രൊസീജിയേഴ്സും വരുന്നുണ്ട്. അപ്പൊ അതിൽ സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ചെയ്തിരുന്നത്? നമ്മുടെ പഴയ കാലങ്ങളിൽ, പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഈ മോട്ടാർ ആൻഡ് പെസ്റ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മില്ലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ പാഡി മോട്ടാറിലേക്ക് ഇടുന്നു, എന്നിട്ട് നമ്മൾ പെസ്റ്റിൽ വെച്ചിട്ട് ഒന്നെങ്കിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കാൽ വെച്ചിട്ടോ ഇത് പൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്.
അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, നമ്മൾ ഈ ഹസ്ക് റിമൂവ് ചെയ്യാനായിട്ട് അത് സിഫ്റ്റ് ചെയ്തെടുക്കും. ഈ പൗണ്ടിങ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു 2-3 ടൈംസ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ മില്ലിങ് ചെയ്യുന്നത്. ഓക്കെ, റൈസ് ഒബ്റ്റെയിൻഡ് ബൈ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബ്രൗൺ റൈസ് അല്ലെങ്കിൽ റഫ് റൈസ് എന്ന് പറയും. അതായത് നമ്മളിങ്ങനെ മോട്ടറിലിട്ട് ബെസ്റ്റിൽ വെച്ച് ഇങ്ങനെ പൗണ്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ ചെയ്ത് നമുക്ക് കിട്ടുന്ന സീവിങ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ ബ്രൗൺ റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വൈറ്റ് റൈസിനേക്കാളും എന്തുകൊണ്ടും കുറച്ചും കൂടി ഈ വൈറ്റമിൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാവുക ഏതിലായിരിക്കും, നമ്മുടെ ബ്രൗൺ റൈസിലായിരിക്കും. കാരണം ഈ ബ്രൗൺ റൈസിലാണ് ഈ പെരികാപ്പ്, ടെസ്റ്റ, അതേപോലെ എലിറോൺ ലെയർ ഒക്കെ റിമെയിൻ ചെയ്യപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ബ്രൗൺ റൈസിനെ വീണ്ടും മില്ല് ചെയ്തിട്ടാണ് വൈറ്റ് റൈസ് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ അപ്പോഴത്തേക്കും അതിന്റെ ബ്രാൻ ലെയേഴ്സ് ഒക്കെ വീണ്ടും റിമൂവ് ചെയ്ത് പോവുകയാണ്. നമ്മൾ സ്ട്രക്ചറിൽ പഠിച്ചാണ് ഇതിന്റെ ഔട്ടർ കവറിങ്, അതേപോലെ പെരികാപ്പ്, ടെസ്റ്റ്, എലിറോൺ ലെയേഴ്സ് ഒക്കെ. അപ്പൊ വീണ്ടും അത് മില്ലിങ് ചെയ്യുന്ന ബ്രൗൺ റൈസ് വീണ്ടും മില്ല് ചെയ്യപ്പെടുമ്പോഴത്തേക്കും ഇതൊക്കെ നഷ്ടപ്പെടും. സോ വൈറ്റമിൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും പിന്നെ വൈറ്റമിൻ റിട്ടൈൻ ചെയ്യപ്പെടുന്നത് ബ്രൗൺ റൈസിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മോഡേൺ റൈസ് മില്ലിംഗ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ വരുന്നത് ക്ലീനിങ് ആണ്. ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ഗ്രെയിനകത്ത് പാഡിക്കകത്തുള്ള ഫോറിൻ മെറ്റീരിയൽസ്, അതായത് സ്റ്റിക്ക്, സ്റ്റോൺ, ഡസ്റ്റ് പോലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് തന്നെ 1-2 വട്ടം നമ്മൾ സീവ് ചെയ്യുന്നു. അപ്പൊ ആദ്യം നമ്മൾ ഒരു സ്ക്രീനിലൂടെ ഇത് ഫസ്റ്റ് നമ്മുടെ പാഡിൽ പാസ് ചെയ്യുന്നു. എന്നിട്ട് ആ സമയത്ത് അതിലുള്ള ലാർജ് പാർട്ടിക്കിൾസ് ഒക്കെ, ഈ സ്ട്രോ സ്ട്രിങ് പോലുള്ള വലിയ പാർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് ആ സമയത്ത് റിമൂവ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സെക്കൻഡ് സ്ക്രീനിലൂടെ ഇതിനെ കടത്തിവിടും. ഈ സ്ക്രീനിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിന് കുറച്ചും കൂടി കുഞ്ഞു കുഞ്ഞു പെർഫറേഷൻസ് ആണ് ഉണ്ടാവുക മറ്റേ ഈ ഫസ്റ്റ് സ്ക്രീനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള സീവീഡ്സ്, സീഡുകള്, അതേപോലെ സാൻഡ് പോലുള്ള കുഞ്ഞു കുഞ്ഞു പീസസും കുഞ്ഞു ഫോറിൻ മെറ്റീരിയൽസ് ഒക്കെ തന്നെയും ഈ രണ്ടാമത്തെ സ്ക്രീനിങ്ങിൽ നമുക്ക് ഒഴിവായി കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്യുന്നത്, ഒരു ചാനലിലൂടെ ഇത് വീണ്ടും കടത്തി വിടുകയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എയർ കറന്റ് പിന്നെ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തുള്ള ഡെഡ് ഗ്രെയിൻസും അതേപോലെ ലൈറ്റർ ഇംപ്യൂരിറ്റീസും ഈ എയർ കറന്റ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് സെപ്പറേറ്ററിലേക്ക് ഈ പാഡി കടത്തിവിടും. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും മെറ്റൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. അപ്പൊ ക്ലീനിങ്ങിൽ ഇത്രയും സ്റ്റെപ്സ് ആണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞത് ക്ലീനിങ് ആണ്. അപ്പൊ ക്ലീനിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ഒരു സ്ക്രീനിലൂടെ കടത്തി വിട്ടു. അപ്പൊ അതിലുള്ള ലാർജ് പാർട്ടിക്കിൾസ് ഒക്കെ തന്നെയും ഒഴിവാക്കി. രണ്ടാമത് വീണ്ടും ഒരു കുഞ്ഞു പെർഫറേഷൻ ഉള്ള രണ്ടാമത്തെ സ്ക്രീനിൽ അതിനെ കടത്തി വിട്ടു. അതിനകത്തുള്ള സാൻഡ് പോലുള്ള ചെറിയ പാർട്ടിക്കിൾസ് ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഒഴിവാക്കി. വീണ്ടും എയർ കറന്റ് വെച്ച് അതിനകത്തുള്ള ലൈറ്റർ ഇംപ്യൂരിറ്റീസും അതേപോലെ ഡെഡ് ഗ്രെയിൻസ് ഒക്കെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കിയെടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും മാഗ്നറ്റിക് സെപ്പറേറ്ററിലൂടെ കടത്തിവിട്ട് അതിനകത്ത് എന്തെങ്കിലും മെറ്റൽസ് ഉണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യപ്പെടുന്നു. അപ്പൊ അത്രയാണ് ക്ലീനിങ് എന്നുള്ള സ്റ്റേജിൽ വരുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്, ഹള്ളിങ് അല്ലെങ്കിൽ ഷെല്ലിങ് എന്നുള്ള ഒരു സ്റ്റേജ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഡിസ്ക് ഹള്ളർ അല്ലെങ്കിൽ ഷെല്ലർ പോലുള്ള മെഷീൻസിലേക്ക് നമ്മൾ ഈ പാഡി കടത്തി വിട്ടിട്ട് ഇതിന്റെ ഹള്ള് റിമൂവ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പുറമേയുള്ള ഈ ഒരു ഹൾ റിമൂവ് ചെയ്യപ്പെടുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് ബ്രൗൺ റൈസ് അല്ലെങ്കിൽ റഫ് റൈസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഡിസ്ക് ഹള്ളർ അല്ലെങ്കിൽ ഷെല്ലറിനകത്തെ കൂടിയാണ് നമ്മൾ ഈ ഇത് റിമൂവ് ചെയ്യാനായിട്ട് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് 2 റബ്ബർ റോളേഴ്സ് ആണ്. രണ്ടും സെയിം ഡയമീറ്റർ ആണ് വരുന്നത്, പക്ഷെങ്കിൽ ഡിഫറെന്റ് സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിൽ ഒരു റോളർ എന്ന് പറയുന്നത് ഫിക്സഡ് പൊസിഷനിലായിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ നമുക്കിത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ പാഡ് ഇടുമ്പോൾ അതിന്റെ ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ടാമത്തെ ഈ റോളർ നമുക്ക് അതിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൽ ഈ ഒരു മെഷീനിൽ ഉണ്ടാവുന്നത് ഒരു ആസ്പിറേറ്റർ ആണ്. എന്തിനാണ്, നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ഹള്ള് റിമൂവ് ചെയ്യാനല്ലോ ബ്രൗൺ റൈസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ആസ്പിറേറ്ററും ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ റോളറിന്റെ ഡയമീറ്റർ ഒരു 150 to 250 millimeter എന്നുള്ള രീതിയിലാണ് വരിക. അപ്പൊ രണ്ടും സെയിം ഡയമീറ്റർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതേപോലെ അതിന് വിട്ട് വരുന്നത് 60 to 250 millimeter എന്നുള്ള റേഞ്ചിലായിരിക്കും. ഓക്കെ, ദെൻ ഈ ഹള്ളിങ് എഫിഷ്യൻസി ഒരു 85 to 90% എന്ന റേഞ്ചിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് പറഞ്ഞത് ഹള്ളിങ് അല്ലെങ്കിൽ ഷെല്ലിങ് എന്നുള്ളതാണ്.
അതായത് ഇതിന് പുറമേയുള്ള ഹള്ള് റിമൂവ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുന്ന കാര്യം. അപ്പൊ അതിനുള്ള മെഷീനാണ് ഡിസ്ക് ഹള്ളർ അല്ലെങ്കിൽ ഷെല്ലർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് രണ്ട് റബ്ബർ റോളേഴ്സ് ആണുള്ളത്. രണ്ടും സെയിം ഡയമീറ്റർ ആണ്, പക്ഷെ ഡിഫറെന്റ് സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം ഫിക്സഡ് ആണ്, മറ്റേത് നമുക്ക് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറഞ്ഞെന്താണ്, പിന്നെ ഉള്ളത് ഒരു ആസ്പിറേറ്റർ ആണ്. അതിൽ റിമൂവ് ചെയ്യപ്പെട്ട ഹള്ള് നമുക്ക് അതിൽ നിന്ന് പിന്നെ ഈ ബ്രൗൺ റൈസ് നിന്ന് ഒഴിവാക്കി എടുക്കാനായിട്ട്. അപ്പൊ അത്രയാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. അടുത്തത് വൈറ്റനിങ് എന്നുള്ള പ്രോസസ്സിംഗ് ആണ്. അതിന് സ്കോറിങ് അല്ലെങ്കിൽ പേളിങ് എന്നൊക്കെ തന്നെയും പറയും വൈറ്റനിങ് പ്രോസസ്സ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രൗൺ റൈസിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, മില്ല് ചെയ്യുന്ന ഒരു സംഭവം അല്ലെ. അത് ഇതിലെന്താ ചെയ്യുന്നത്, ഹൾഡ് റൈസ് പാസസ് ത്രൂ എ സീരീസ് ഓഫ് പേളിംഗ് കോൺസ്. കുറെ പേളിംഗ് കോൺസിലൂടെ ഇതിങ്ങനെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പേളിംഗ് കോൺ എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻവേർട്ടഡ് കോൺ ആണ്. ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് അബ്രാസീവ് റിവോൾവിംഗ് ഇൻ എ കോണിക്കൽ കേസിംഗ് മെയ്ഡ് ഓഫ് സ്റ്റീൽ വയർ ക്ലോത്ത്. ഇനി ആസ് ഇറ്റ് പാസസ് ഡൗൺ, ഇത് താഴേക്ക് പോകുന്ന സമയത്ത് ബ്രാൻ ഈസ് പുഷ് ത്രൂ ദ ഇന്റർസ്ട്രക്സ് ഓഫ് ദ വയർ ക്ലോത്ത്. ഈ നമ്മൾ ഇത് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഈ കോൺ, ഇൻവേർട്ടഡ് കോൺ, ഒരു സ്റ്റീൽ വയർ ക്ലോത്ത് വഴി. അപ്പൊ നമ്മൾ ഈ പാഡ് ഇതിനകത്തേക്ക് ഇടുന്ന സമയത്ത് ഇതിന്റെ ബ്രാന് ഈ ഇൻഡസ്റ്റൈസസിലൂടെ, ഈ വയർ ക്ലോത്തിന്റെ ഇൻഡസ്റ്റൈസിൽ കിടന്ന് പുഷ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഈ ബ്രാന് റിമൂവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഈ സ്കോറിംഗ് പ്രോസസ്സിന്റെ ബൈ പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, റൈസ് ബ്രാൻ ആയിരിക്കും. അത് നമുക്ക് വീണ്ടും ഫെർദർ പല യൂസസിന് ഉപയോഗിക്കാം. ആനിമൽ ഫീഡ് പോലെ, അതല്ലെങ്കിൽ അതിൽ നമുക്ക് ഈ ബ്രാനിൽ നിന്ന് റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഈ റൈസിന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബൈ പ്രോഡക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് നമ്മൾ വേണ്ടത്. അപ്പം മൂന്നാമത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞത് വൈറ്റനിങ് എന്നുള്ള ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ പേളിംഗ് കോൺസിലൂടെ കടത്തി വിട്ടിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. എന്നിട്ട് അതിന്റെ മുകളിലുള്ള സ്റ്റീൽ വയർ ക്ലോത്ത് ഉണ്ട്, അപ്പൊ അതിൽ കുടുങ്ങിയിട്ട് അതിൽ പുഷ് ചെയ്യപ്പെട്ടിട്ടാണ് ഈ ബ്രാൻഡ്സ് റിമൂവ് ചെയ്യുക. അത്രയും സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞാൽ എന്താണ്, പോളിഷിംഗ് ആണ്. പോളിഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഈ ബ്രാൻഡിന്റെ തന്നെ ഇന്നർ ലെയറിൽ കുറച്ചൊക്കെ വീണ്ടും ബ്രാൻഡ് ഫ്രാക്ഷൻസ് കിടപ്പുണ്ടാവും. അത് വീണ്ടും നമ്മൾ റിമൂവ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോളിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, പോളിഷ്ഡ് റൈസ് എന്ന് വിളിക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഗ്രേഡിംഗ് ആണ്. ഗ്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വൈബ്രേറ്ററി സീൽ ഗ്രേഡർ ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രേഡിംഗ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ എന്താണ്, നമ്മുടെ ഹെഡ് റൈസിൽ നിന്ന് സ്മോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രോക്കൺ ആയി പോയിട്ടുള്ള റൈസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. സോ നമുക്ക് ഡിഫറെന്റ് ഗ്രേഡ്സ് ആ സമയത്ത് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് കളർ സോർട്ടിംഗ് ആണ്. കളർ സോർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കളർ സോർട്ടർ ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ. നമ്മൾ വൈറ്റ് റൈസിൽ നിന്ന് എന്തെങ്കിലും ഡിസ്കളേർഡ് റൈസ് അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഈ കളർ സോർട്ടർ റിമൂവ് ചെയ്യും. അത്രയാണ് അതിൽ പ്രോസസ്സിംഗ് സ്റ്റേജസിൽ വരുന്നത്. നമ്മൾ പറഞ്ഞത് ക്ലീനിങ്, ഹള്ളിങ് അല്ലെങ്കിൽ ഷെല്ലിങ്, വൈറ്റനിങ്, പോളിഷിംഗ്, ഗ്രേഡിംഗ് ആൻഡ് കളർ സോർട്ടിംഗ്. അത്രയാണ് റൈസിന്റെ പ്രോസസ്സിംഗ് സ്റ്റേജസ് വരുന്നത്. ഇനി നമുക്ക് റൈസിന്റെ പ്രോസസ്സിംഗിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പാർബോയിലിംഗ് എന്നത്. റൈസിന്റെ പാർബോയിലിംഗ്. പാർബോയിലിംഗ് എപ്പോഴും എന്താണ്, ഒരു ഹൈഡ്രോതെർമൽ പ്രോസസ് ആണ്. ഓക്കെ, ഇത് ഒരു ഓപ്ഷണൽ സ്റ്റെപ്പും കൂടിയാണ്. നമ്മുടെ മില്ലിങ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ പാർബോയിലിംഗ് എന്നുള്ളത്. അപ്പം ഈ ഹൈഡ്രോതെർമൽ പ്രോസസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാഡി വാട്ടറിൽ ആദ്യം സോക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സ്റ്റീം ചെയ്യുന്നു ജലാറ്റിനൈസേഷന് വേണ്ടിയിട്ട്. അപ്പം സോക്ക് ചെയ്യുകയും സ്റ്റീം ചെയ്യുകയും ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് പാർബോയിലിങ്ങിനെ നമ്മൾ ഹൈഡ്രോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പാർബോയിലിംഗിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാന്ന് നോക്കാം. സോക്കിംഗ്, സ്റ്റീമിങ്, ഡ്രൈയിങ്. മെയിൻ ആയിട്ട് ഈ 3 സ്റ്റെപ്പാണ് പാർബോയിലിംഗിൽ വരുന്നത്. പാർബോയിലിംഗ് ചെയ്യാനായിട്ട് തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. ഹൗസ് ഹോൾഡ് മെത്തേഡ്സ്, സിംഗിൾ സ്റ്റീം മെത്തേഡ്, ഡബിൾ സ്റ്റീം മെത്തേഡ്, ഹോട്ട് വാട്ടർ സോക്കിംഗ് മെത്തേഡ്, അതേപോലെ പ്രഷർ പാർബോയിലിംഗ് മെത്തേഡ് തുടങ്ങി പല മെത്തേഡ്സ് നമുക്ക് പാർബോയിലിംഗ് ചെയ്യാനായിട്ട് എടുക്കാം. പക്ഷെ ഈ പറഞ്ഞ മെത്തേഡ്സിൽ വെച്ചിട്ട് സിംഗിൾ സ്റ്റീമിങ്, അതേപോലെ ഡബിൾ സ്റ്റീമിങ്, ഹോട്ട് സോക്കിംഗ് മെത്തേഡ്സ് ഒക്കെയാണ് കൊമേഴ്ഷ്യൽ സെയിലിൽ നമ്മൾ പാർബോയിലിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ മെത്തേഡ് വരുന്നത് സിംഗിൾ സ്റ്റീമിംഗ് മെത്തേഡ്. ഇതിനകത്ത് എന്താ ചെയ്യുന്നത്,
റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ പാഡി വാട്ടറിൽ നമ്മൾ സോക്ക് ചെയ്തിടുകയാണ്. എത്ര ദിവസം? ഒരു 1 to 3 days ഒരു സിമെന്റ് ടാങ്കിൽ നമ്മൾ ഇത് സോക്ക് ചെയ്തിടുന്നു. ഈ സോക്കിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലെ വാട്ടർ ഡ്രെയിൻ ചെയ്യുന്നു, ദെൻ സ്റ്റീം ചെയ്യുന്നു. അത്രയാണ് ഈ സിംഗിൾ സ്റ്റീമിംഗ് മെത്തേഡിൽ നടക്കുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? റൂം ടെമ്പറേച്ചറിൽ സിമെന്റ് ടാങ്കുകളിൽ ഒരു 1 to 3 days പാഡി വാട്ടറിൽ സോക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അത് ഡ്രെയിൻ ചെയ്തതിന് ശേഷം സ്റ്റീം ചെയ്യുന്നു. അതാണ് സിംഗിൾ സ്റ്റീമിംഗ് മെത്തേഡ്. ഇനി ഡബിൾ സ്റ്റീമിംഗ് മെത്തേഡിൽ എന്താണ് വ്യത്യാസം വരുന്നത് നോക്കൂ. നമ്മൾ ആദ്യം ഈ റോ ആയിട്ടുള്ള പാഡി ആദ്യം തന്നെ സ്റ്റീം ചെയ്യാം. സോക്ക് ചെയ്യുന്നതിന് മുന്നേ സ്റ്റീം ചെയ്യുന്നു. അതിനുശേഷമാണ് ഇത് വാട്ടറിൽ സോക്ക് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വാട്ടറിൽ ഈ ഒരു സിമെന്റ് ടാങ്കിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് അതിനകത്ത് ഇത് സോക്ക് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, നമ്മൾ ആദ്യം സ്റ്റീമിങ് ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ ഈ സ്റ്റീം ചെയ്ത പാഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലെ, അത് ഹോട്ട് ആയിരിക്കും. സോ ഈ നമ്മൾ സോക്ക് ചെയ്യുന്ന വാട്ടറിന് ഒരു 50 to 60 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ, അത് അത്രയും ഹോട്ടായി മാറും. ഓക്കെ, പിന്നെ അത് മെല്ലെ കൂൾ ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതൊരു 24 hours ആണ് ഈ സിമെന്റ് ടാങ്കിൽ ഇത് സോക്ക് ചെയ്ത് വെക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അത് ഡ്രെയിൻ ചെയ്തെടുക്കുന്നു. എന്നിട്ട് അത് വീണ്ടും സ്റ്റീം ചെയ്യാണ്. നമ്മൾ ആദ്യം ഒരു വട്ടം സ്റ്റീം ചെയ്തായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് സോക്ക് ചെയ്തത്. വീണ്ടും അത് ഡ്രെയിൻ ചെയ്തതിന് ശേഷം പിന്നെയും സോക്കിംഗ് ചെയ്യുന്നു, അല്ല സ്റ്റീമിങ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? ഡബിൾ സ്റ്റീമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. 2 വട്ടമാണ് ഇതിൽ സ്റ്റീമിങ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത് പറഞ്ഞൊരു മെത്തേഡായിരുന്നു ഹോട്ട് സോക്കിംഗ് മെത്തേഡ്. ഹോട്ട് സോക്കിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഈ റോ പാഡ് നമ്മൾ ഹോട്ട് വാട്ടറിലാണ് സോക്ക് ചെയ്യുന്നത് ആദ്യം. സോ ഹോട്ട് വാട്ടറിന്റെ ടെമ്പറേച്ചർ വരുന്നത് 90 to 95 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നിട്ട് ഈ വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു ടെമ്പറേച്ചർ കുറച്ചെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ്. ഒരു 65 to 70 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള റേഞ്ചിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. എത്ര സമയത്തേക്കാണ്? ഫോർ 5 to 6 hours എടുക്കും ഇത്. ആഫ്റ്റർ സോക്കിംഗ് വാട്ടർ ഈസ് ഡ്രെയിൻഡ് ആൻഡ് സ്റ്റീംഡ് ഇൻ ദ സെയിം വെസൽ. നമ്മളെ സിംഗിൾ സ്റ്റീമിംഗ് മെത്തേഡ് പോലെ തന്നെയാണ് ഇത്. പക്ഷെ ഇതിനകത്തുള്ള വ്യത്യാസം എന്താ വരുന്നത്? നമ്മൾ ആദ്യം തന്നെ ഹോട്ട് വാട്ടറിലാണ് ഇത് സോക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഹോട്ട് വാട്ടറിൽ ഒരു 90 to 95 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളത് സോക്ക് ചെയ്യുന്നു 5 to 6 hours. കുറച്ച് കമ്പാരിറ്റീവ്ലി ഇതിൽ ടൈം കുറവാണ് വരുന്നത് അല്ലെ. ഈ 3 മെത്തേഡാണ് നമ്മൾ കൊമേഴ്ഷ്യലി ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ഇനി 1-2 മെത്തേഡ്സും കൂടി നമ്മൾ ഇതിന്റെ കൂടെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് CFTRI പാർബോയിലിംഗ് പ്രോസസ്. CFTRI എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൈസൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവരെങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്? ഹോട്ട് വാട്ടർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഹോട്ട് വാട്ടർ സോക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു 65 to 70 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിലുള്ള ഹോട്ട് വാട്ടറിൽ പാഡ് സോക്ക് ചെയ്യുന്നു. അപ്പം ഈ ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ കുറേ സമയം ഈ പാഡ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒരു ഫൗൾ സ്മെൽ അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സാധാരണ ഈ നമ്മളെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വാട്ടറിലാണ് ഇത് സോക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇങ്ങനെ നമ്മളൊരു ഹോട്ട് വാട്ടറിൽ ഇത് സോക്ക് ചെയ്യുന്ന സമയത്ത് ജേം ആക്ഷൻ ഒക്കെ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലെ സ്മെല്ലൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ സോക്കിംഗ് ടൈം വരുന്നത് ഒരു 3 to 4 hours ആണ്. ഓക്കെ, നേരത്തേക്ക് 1 to 3 days ഒക്കെയാണ് സിംഗിൾ സ്റ്റീമിങ്, അതേപോലെ 24 hours ഒക്കെയാണ് ഡബിൾ സ്റ്റീമിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു CFTRI മെത്തേഡിൽ സോക്കിംഗ് ടൈം ഇസ് റെഡ്യൂസ് ടു 3 to 4 hours. പിന്നെ അവര് ഇതുപോലെ തന്നെ വേറൊരു മെത്തേഡും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രഷർ പാർബോയിലിംഗ് മെത്തേഡ്. ഓക്കെ, ഇതിലെന്താണ്? സോക്കിംഗ് ടൈം അതിലും കുറവാണ് വരുന്നത്, 30 to 60 minutes വരുന്നുള്ളൂ. അതാണ് അതിൽ അഡ്വാൻറ്റേജ് വരുന്നത്. ആൻഡ് സ്റ്റീം ഈസ് പാസ് ത്രൂ ദ ഗ്രെയിൻ ടു റേസ് ദ പ്രഷർ സ്ലോലി ഫ്രം. ഇതിനകത്ത് സ്റ്റീം പാസ് ചെയ്യുകയും അതിലെ പ്രഷർ കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രഷർ പാർബോയിലിംഗ് മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രഷർ എന്ന് പറയുന്നത് 0.28 to 0.70 kg/cm². ആണ്. അവിടുന്ന് അത് സ്ലോലി കൂട്ടി വരികയാണ് 1.41 to 2.11 kg/cm² എന്നുള്ള റേഞ്ചിലേക്ക് പ്രഷർ കൂട്ടി അങ്ങനെയാണ് സ്റ്റീം ആ സമയത്ത് അങ്ങനെയാണ് സ്റ്റീം കൊടുക്കുന്നത്. ആൻഡ് ദിസ് ഈസ് മെയിൻറ്റെയിൻ ഫോർ 20 to 30 minutes. ഈ ഒരു മെത്തേഡിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ് പറഞ്ഞത്? നമ്മൾ വളരെ ചെറിയ ടൈമിൽ വരുന്നു അല്ലെ, 30 to 60 minutes എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ടൈമാണ്. അപ്പം അവിടെ ഈ CFTRI മെത്തേഡിൽ നമ്മൾ 2 മെത്തേഡാണ് പറഞ്ഞത്, ഹോട്ട് വാട്ടർ സോക്കിംഗ് അതേപോലെ പ്രഷർ പാർബോയിലിംഗ് മെത്തേഡ്.
അതൊന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ പഠിക്കാനുള്ളതാണ് PPRC പാർബോയിലിംഗ് മെത്തേഡ്. ഇതിനകത്ത് ഈ PPRC എന്ന് പറയുന്നത് എന്താണ്? പാഡി പ്രോസസിംഗ് റിസർച്ച് സെന്റർ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തഞ്ചാവൂരാണ്. ഇതിന് നമ്മൾ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, ക്രോമേറ്റ് സോക്കിംഗ് പ്രോസസ്. ക്രോമേറ്റ് സോക്കിംഗ് പ്രോസസ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് പറഞ്ഞത്? ഒരു 100 കിലോഗ്രാം പാഡി എടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 50 ഗ്രാം എന്നുള്ള രീതിയിൽ ആ ഒരു കണക്കിനാണ് ക്രോമേറ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. ഏതിൽ? നമ്മൾ സോക്ക് ചെയ്യുന്ന വെള്ളത്തിൽ. ഓക്കെ. സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ജേം ആക്ഷൻ ഒക്കെ തന്നെയും സ്റ്റോപ്പ് ആവുകയും അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബാഡ് സ്മെല്ലൊക്കെ ഇത് അങ്ങനെ അതുവഴി നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ഇത്. അതുകൊണ്ടാണ് ഇതിനെ ക്രോമേറ്റ് സോക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. 100 കിലോഗ്രാം പാഡിക്ക് എത്രയാണ് എടുക്കുന്നത്? 50 ഗ്രാം ക്രോമേറ്റ് എന്നുള്ള റേറ്റിലാണ് നമ്മൾ എടുക്കുന്നത്. ഇതൊരു ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പ്രോസസ് ആണ്. ഓക്കെ, അതും കൂടി ഒന്ന് ഇതിനോട് ചേർത്ത് ഓർത്തിരിക്കുക. Steeped paddy is parboiled and dried concurrently by applying high temperature for a short time. എന്നിട്ട് ഇത് വീണ്ടും ഒരു സാൻഡ് റോസ്റ്ററിൽ ഇടുകയാണ് ചെയ്യുന്നത്, റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. പാഡി ഗെറ്റ്സ് കംപ്ലീറ്റ്ലി ആൻഡ് യൂണിഫോംലി പാർബോയിൽഡ് ആൻഡ് ഇറ്റ് ഇസ് അറ്റ് സബ്സിക്വന്റ് കുക്കിംഗ് ടൈം ഈസ് ലെസ്. ഇതിനകത്താണെങ്കിലും കുക്കിംഗ് ടൈം ലെസ് ആണ്, മാത്രമല്ല യൂണിഫോംലി പാർബോയിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതുമാണ് ഈ PPRC പാർബോയിലിംഗ് മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ 2 മെത്തേഡാ പിന്നെ എക്സ്ട്രാ പറഞ്ഞത്. CFTRI പാർബോയിലിംഗ് പ്രോസസ്സും PPRC പാർബോയിലിംഗ് പ്രോസസ്. CFTRIയിൽ നമ്മൾ ഹോട്ട് വാട്ടർ സോക്കിങ്ങും പ്രഷർ പാർബോയിലിംഗ് മെത്തേഡും പറഞ്ഞു. PPRCയിലാണെങ്കിൽ ക്രോമേറ്റ് സോക്കിംഗ് പ്രോസസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മൾ പല മെത്തേഡ്സുകൾ ആണ് ഇപ്പം ഡിസ്കസ് ചെയ്തത് പാർബോയിലിംഗിൽ. മൊത്തത്തിൽ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെയാണ് പാർബോയിലിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ അതിൽ എന്തൊക്കെയാണ് മോയ്സ്ചർ കണ്ടന്റ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഈ പാഡി ആദ്യം ഹൈഡ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിലെ മോയ്സ്ചർ റേഞ്ച് എത്ര വേണ്ടി വരും? 32 to 38% മോയ്സ്ചർ ആണ് വേണ്ടത് ഓർത്തിരിക്കുക. ആൻഡ് പാർഷ്യലി ജെലാറ്റിനൈസ് ദ സ്റ്റാർച്ച് ബൈ സ്റ്റീം ഹീറ്റിംഗ്. ഇവിടെ നമ്മൾ സ്റ്റീം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അല്ല, പ്രഷർ 15 LB ആണ് ഫോർ 10 to 20 minutes. ഒരു കോമൺ ഒരു ജനറൽ റേഞ്ച് നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ചേഞ്ചസ്? ഓക്കെ, പാർബോയിലിംഗ് കോസസ് certain physico-chemical changes such as improved milling yield. പാർബോയിലിംഗ് ചെയ്യുന്നതിനുള്ള ഒരു ഗുണമാണ് പറഞ്ഞത് അല്ലെ. മില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇത് പാർബോയിലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇതിന്റെ ഈൽഡ് കൂട്ടാനായിട്ടാണ്. ഒരു 66 to 70% എന്നുള്ള ഈൽഡ് നമുക്ക് പാർബോയിലിംഗ് ചെയ്യുന്നതോടെ കിട്ടും. അതേപോലെ തന്നെ ഇൻസെക്ട് റെസിസ്റ്റൻസ് പാർബോയിലിംഗിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. അതേപോലെ തന്നെ കുക്ക്ഡ് റൈസ് ടെക്സ്ചർ കുറച്ചും കൂടി ഫേമർ ആയിട്ട് കിട്ടും. അതേപോലെ കളർ ഡാർക്കർ ആൻഡ് മോർ യെല്ലോ എൻഡേഴ്സ് ഫോം ആണ് നമുക്ക് പാർബോയിലിംഗ് ചെയ്യുന്നത് കിട്ടുന്നത്. അപ്പം അത് കുറച്ച് ചേഞ്ചസ് എന്തൊക്കെയാണ് പാർബോയിലിംഗ് ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ചസ് എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. നമുക്ക് അതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാം. ഈ സോക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴും വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിന്റെ ഒരു കാര്യമുണ്ട് അല്ലെ, അത് പിന്നെ നഷ്ടപ്പെടുമോ ഒരു ഡൗട്ട് നമുക്ക് വരും അല്ലെ. സോ ഇതിൽ ഈ നിയാസിൻ, റൈബോഫ്ലേവിൻ ആൻഡ് തൈമിൻ പോലുള്ള വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ പെരികാർപ്പിലാണ് ഇത് ഓൾറെഡി ഉള്ളത്. അതെന്ത് ചെയ്യും? എൻഡോസ്പേമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുന്നു? പാർബോയിൽഡ് റൈസിന്റെ ന്യൂട്രീഷണൽ വാല്യൂ അതുവഴി കൂടുന്നു. ഓക്കെ, ദെൻ ഈ ഗ്രെയിൻ സർഫസിലുള്ള പ്രോട്ടീൻസ് ഡീനാച്ചുറേഷൻ സംഭവിച്ച് അത് ഇൻസൊല്യൂബിൾ ആകും. സോ വാഷ് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുന്നില്ല? അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ദെൻ ഈ പാഡിയുടെ ഡീഹസ്കിങ് പാർബോയിലിംഗ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. ഓക്കെ, ദെൻ അതേപോലെ ഗ്രെയിന് കുറച്ച് ടഫായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മില്ലിങ് ചെയ്യുന്ന സമയത്ത് ലോസസ് വളരെ കുറവായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈൽഡ് അല്ലെ, മില്ലിങ് ചെയ്യുമ്പോൾ ഹയർ ഈൽഡ് ആയിരിക്കും. ഈ ബ്രേക്കേജ് കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. സോ പാർബോയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 70% ഈൽഡ് കിട്ടും എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അത്രയൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസിന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഈ നമ്മുടെ ഗ്രെയിനകത്തുള്ള കുറച്ച് നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് ഒക്കെ ഈ ഹീറ്റ് ട്രീറ്റ്മെന്റ് വഴി നഷ്ടപ്പെടാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ റാൻസിഡിറ്റി ഉണ്ടാകാനുള്ള, ഈ റോ റൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ പാർബോയിൽഡ് റൈസ് റാൻസിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ പിന്നെന്താണ്? കുക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ടൈം കൂടുതൽ റോ റൈസിനേക്കാളും കൂടുതൽ എടുക്കും. ദെൻ പിന്നെ ഒബ്വിയസ്ലി ക്യാപിറ്റൽ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും
ഇതിന് പാർബോയിലിംഗ് എന്നുള്ള മെത്തേഡിന് എന്തായാലും കൂടുതലാണ്. അപ്പൊ അത്രയൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് റൈസ് പ്രോഡക്ട്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഒരുപാട് റൈസ് പ്രോഡക്ട്സ് അറിയാം. അതിൽ മെയിൻ ആയിട്ട് വരുന്ന 1-2 പ്രോഡക്ട്സ് നമുക്ക് പരിചയപ്പെടാം. അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് പഫ്ഡ് റൈസ്, അതേപോലെ ഫ്ലേക്ക്ഡ് റൈസ് ഒക്കെ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പഫ്ഡ് റൈസിൽ എന്താ ചെയ്യുന്നത്? ഡ്രൈ പാഡി ഈസ് സോക്ഡ് ഇൻ ഹോട്ട് വാട്ടർ ഫോർ 2 to 3 minutes. ഡ്രൈ ആയിട്ട് നമ്മൾ പാഡി ഹോട്ട് വാട്ടറിൽ ഒരു 2-3 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിലെ വാട്ടർ ഡ്രെയിൻ ചെയ്യുകയും അത് കഴിഞ്ഞ് ഇത് റോസ്റ്റ് ചെയ്യുകയും ചെയ്യും. റോസ്റ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരു 250 to 270 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. അത്രയും ഹൈ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള വാട്ടർ ഒക്കെ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഗ്രെയിനിന് പഫിങ് വരികയും ചെയ്യുന്നു. സോ അങ്ങനെയാണ് പഫ്ഡ് റൈസ് ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് വെരി ലൈറ്റ് ആൻഡ് ഈസി ടു ഡൈജസ്റ്റ്. ദെൻ അടുത്ത എന്താണ്? ഫ്ലേക്ക്ഡ് റൈസ്. ഫ്ലേക്ക്ഡ് റൈസ് എന്ന് പറയുന്നത് നമ്മുടെ അവലൊക്കെയാണ്. ഇതും എപ്പോഴും ഓർത്തിരിക്കുക, ഫ്ലേക്ക്ഡ് റൈസ് ഈസ് മെയ്ഡ് ഫ്രം പാർബോയിൽഡ് റൈസ്. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഫ്ലേക്ക്ഡ് റൈസ് ഈസ് മെയ്ഡ് ഫ്രം പാർബോയിൽഡ് റൈസ്. ഇതിൽ എന്താ ചെയ്യുന്നത്? ഇതും നമ്മൾ ഒരു 2 to 3 days വാട്ടറിൽ ഈ പാഡി സോക്ക് ചെയ്ത് വെക്കുന്നു. ദെൻ ബോയിൽ ചെയ്യുന്നു, വാട്ടർ ഡ്രെയിൻ ചെയ്യുന്നു. ദെൻ ഈ ഗ്രെയിൻസ് ഹീറ്റ് ചെയ്യാണ്. ഇതിൽ ടെമ്പറേച്ചർ എത്രയാണ് വരുന്നത്? 250 to 275 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള റേഞ്ചിലേക്ക് നമ്മൾ ഈ ഗ്രെയിൻസ് ഹീറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞ് അത് റോളേഴ്സിന്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇത് എന്താവും? ഫ്ലാറ്റൻ ആവും. ഓക്കെ. ഈ ഫ്ലേക്ക്ഡ് റൈസിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ബി കോംപ്ലക്സ്, അതേപോലെ വൈറ്റമിൻസ്, അയൺ ഒക്കെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഫ്ലേക്ക്ഡ് റൈസ്. മാത്രമല്ല കുക്കിംഗ് കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡയറക്റ്റ് നമുക്ക് അങ്ങനെ കൺസ്യൂം ചെയ്യാം. ഇറ്റ്സ് വെരി ലൈറ്റ് ആൻഡ് ഈസി ടു ഡൈജസ്റ്റ്. അപ്പൊ അത്രയാണ് പഫ്ഡ് റൈസും ഫ്ലേക്ക്ഡ് റൈസിന്റെ കാര്യത്തിലും പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് ഈ റൈസ് ബ്രാൻ ഓയിലാണ്. നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് റൈസ് ബ്രാൻ എന്ന് പറഞ്ഞാൽ. അപ്പം അതിനകത്തുനിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്ന സാധനമാണ് റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുന്നേ റൈസ് ബ്രാൻഡ് കെമിക്കൽ കോമ്പോസിഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് വരുന്നത് 12.59 എന്നുള്ള ഒരു റേഞ്ചിലാണ്. ദെൻ ക്രൂഡ് പ്രോട്ടീൻ 13.31%, ക്രൂഡ് ഫാറ്റ് 21.21, ഫൈബർ എത്രയാണ്? 9.05, ആഷ് 9.40, NFE 33.44. ഈ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പ്രോട്ടീനും ഫാറ്റ്, ഫൈബർ കണ്ടന്റ് ഒക്കെ മെയിൻ ആയിട്ട് ജസ്റ്റ് നിങ്ങൾ ടേബിൾ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഇതെങ്ങനെയാണ് റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം മെയിൻലി എക്സ്ട്രാക്ഷൻ മെത്തേഡിൽ നമുക്ക് മേജർ ആയിട്ട് 2 ആയിട്ട് തരംതിരിക്കാം. മെക്കാനിക്കൽ മെത്തേഡ്സും അതേപോലെ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡും. അപ്പൊ ഈ മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈഡ്രോളിക് പ്രസ് അല്ലെങ്കിൽ ഓയിൽ എക്സ്പെല്ലർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ ഓയിൽ പ്രസ് ഔട്ട് ചെയ്തെടുക്കുന്ന, ഈ ബ്രാനിൽ നിന്ന് ഓയിൽ പ്രസ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് മെക്കാനിക്കൽ മെത്തേഡിൽ പറയുന്നത്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന മെഷീനറീസ് ആണ് ഹൈഡ്രോളിക് പ്രസ്, അതേപോലെ ഓയിൽ എക്സ്പെല്ലേഴ്സ് ഒക്കെ. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു പ്രഷർ റേഞ്ച് ഓർത്തിരിക്കുക. 70 to 280 kg/cm² എന്നുള്ള ഒരു റേഞ്ചിലാണ് പ്രഷർ നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ മെക്കാനിക്കൽ മെത്തേഡ് ഒക്കെ തന്നെയും കുറച്ച് നമുക്ക് ഈൽഡ് കിട്ടുന്നത് കുറച്ച് കുറവായിരിക്കും. ഔട്ട്പുട്ട് എപ്പോഴും ഓയിൽ കണ്ടന്റ് എന്തായിരിക്കും? കുറവായിട്ടാണ് വരുന്നത്. അങ്ങനെ കൊമേഴ്ഷ്യലി സോൾവെന്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ് ആണ് യൂണിവേഴ്സലി നമ്മൾ ഹൈ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം സോൾവെന്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? N-ഹെക്സൈൻ ഉപയോഗിച്ചാണ് നമ്മൾ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് വരുന്നത് 66 ഡിഗ്രി സെൽഷ്യസ് to 70 ഡിഗ്രി സെൽഷ്യസ്. ഇമ്പോർട്ടന്റ് ആണ്. N-ഹെക്സൈൻ ബോയിലിംഗ് പോയിന്റ് 66 ഡിഗ്രി സെൽഷ്യസ് to 70 ഡിഗ്രി സെൽഷ്യസ്. എന്തായാലും പഠിച്ചിരിക്കാം. ഇനി നമുക്ക് കിട്ടുന്ന ഈ ക്രൂഡ് റൈസ് ബ്രാൻ ഓയിലിനെ എഡിബിൾ ഗ്രേഡ് ഓയിൽ ആക്കി മാറ്റുന്ന കുറച്ച് പ്രോസസ്സിംഗ് സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും എന്തൊക്കെയാണ് ആ സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കും. അപ്പൊ അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് ഡീവാക്സിങ് അല്ലെങ്കിൽ ഡീഗമ്മിങ് പ്രോസസ് ഒക്കെയാണ്. അതിനകത്തുള്ള ഹാർഡ് വാക്സ്, ഗമ്മ്, മ്യൂസിലേജസ് അതുപോലത്തെ ഇംപ്യൂരിറ്റീസ് ഒക്കെ നമ്മൾ ആദ്യം റിമൂവ് ചെയ്തെടുക്കുന്നു. അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനകത്തുള്ള ഫ്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് പോകാനാണ് ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഡീകളറൈസേഷൻ പ്രോസസ്. കളറിംഗ് മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തെടുക്കുന്നു. ദെൻ ഡീഓർഡറൈസേഷൻ പ്രോസസ്. അതും ഈ പറഞ്ഞ പോലെ ഓർഡേഴ്സ് മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതേപോലെ അൺസാപ്പോണിഫയബിൾ മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ റിമൂവലാണ് ഡീഓർഡറൈസേഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് വിന്ററൈസേഷൻ ആണ്.
എന്താണ് അതിനകത്തുള്ള സോഫ്റ്റ് വാക്സ് അത് റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷനാണ് നമ്മൾ വിന്ററൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 5 പ്രോസസ്സാണ് ഈ ക്രൂഡ് റൈസ് ബ്രാൻ ഓയിലിനെ എഡിബിൾ ഗ്രേഡ് ഓയിലിലേക്ക് മാറ്റാനായിട്ട് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഡീവാക്സിങ് ആൻഡ് ഡീഗമ്മിങ്, ദെൻ ന്യൂട്രലൈസേഷൻ, ഡീകളറൈസേഷൻ, ഡിയോഡറൈസേഷൻ, ദെൻ വിന്ററൈസേഷൻ. ആ സ്റ്റെപ്സ് ആ ഒരു ഓർഡറിൽ ഓർത്തിരിക്കും. ഇപ്പൊ ഇതിന്റെയൊക്കെ യൂസസ് എന്താ വരുന്നത് എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ നമ്മൾ എഡിബിൾ ഗ്രേഡ് ഓയിൽ ഉണ്ടാക്കുന്നത് പറഞ്ഞു അല്ലെ, അതാണ് ഒന്നാമത്തെ അതിന്റെ യൂസ്. ഈ പിന്നെ ബൈ പ്രോഡക്ട്സിന്റെ യൂസ് വരുന്നത് എഡിബിൾ ഗ്രേഡ് ഓയിൽ. ഇതിനകത്ത് ലിനോളിനിക് ആസിഡിന്റെ കണ്ടന്റ് ഭയങ്കര കുറവുമാണ്, അതേപോലെ തന്നെ ചോക്കോഫർ അല്ലെങ്കിൽ അതിന്റെയൊക്കെ കണ്ടന്റ് കൂടുതലും ആണ് എന്നുള്ളതാണ് മറ്റ് വെജിറ്റബിൾ ഓയിൽസിൽ നിന്ന് ഈ റൈസ് ബ്രാൻ ഓയിലിനെ വ്യത്യസ്തപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ക്രൂഡ് ഓയിൽ, അതാണ് രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റ് വരുന്നത്. അത് എന്തിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? സോപ്പ് മാനുഫാക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഹൈ ഫ്രീ ഫാറ്റി ആസിഡ് കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഈ ലിക്വിഡ് സോപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് സോപ്പ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അതിന്റെ മാനുഫാക്ചറിങ്ങിന് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെയുള്ളത് ഫ്രീ ഫാറ്റി ആസിഡ് മാനുഫാക്ചറിങ് ആണ്. അത് ഈ ട്രൈഗ്ലിസറൈഡ്സിന്റെ ഒക്കെ ഹൈഡ്രോളിസിസ് വഴിയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫ്രീ ഫാറ്റി ആസിഡ് മാനുഫാക്ചറിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ പ്ലാസ്റ്റിസൈസ്, അത് ഈ റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസിലൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിസൈസ് ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്റിസൈസേഴ്സ്. ദെൻ അടുത്തത് എന്താണ്? റൈസ് ബ്രാൻ വാക്സ്. ഇത് നമ്മുടെ കാർണോബ വാക്സിനൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഈ റൈസ് ബ്രാൻ വാക്സ് ഉപയോഗിക്കാം. ഇതിന്റെ മില്ലിംഗ് പോയിന്റ് വരുന്ന ഒരു 72 ഡിഗ്രി സെൽഷ്യസ് ടു 84 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് ഓർപ്പിക്കുക. ഈ ക്യാൻഡിയുടെ ഒക്കെ കോട്ടിങ്, അതേപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിന്റെ ഒക്കെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൈസ് ബ്രാൻ വാക്സിൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു മോയ്സ്ചർ ലോസ് തടയാൻ അല്ലെങ്കിൽ അതിന്റെ ആ പ്രോഡക്ട്സിന്റെ ഒക്കെ ഷ്രിങ്കേജ് ഇല്ലാതാക്കാനൊക്കെയാണ് നമ്മൾ ഇതിന് ഈ കോട്ടിങ് കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റൈസ് ബ്രാൻ വാക്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ് എന്തിനൊക്കെയാണ്? ഈ ആൽക്കൈൽ ആൻഡ് റെസിൻ ബേസ്ഡ് പെയിന്റ്, ഇനാമൽ, വാർണിഷ്, ലാക്വസ് പോലുള്ള പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ് അതിന്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞത് ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ക്രൂഡ് ഓയിലിന്റെ അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ യൂസസ് ആണ് പറഞ്ഞത്. ദെൻ എഡിബിളും നമ്മൾ പറഞ്ഞു. ഇനി ഡീഫാറ്റൻഡ് ബ്രാൻ ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെ, അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ഫീഡ്, ഒന്നാമത് നമ്മളെ കാറ്റിൽ അല്ലെങ്കിൽ പോൾട്രി ഫീഡിൽ അതിന്റെയൊക്കെ ഫീൽഡിൽ അവർക്കൊക്കെയുള്ള ഫീഡായിട്ട് ഈ ഡീഫാറ്റഡ് ബ്രാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയാണ്? ബേക്കറി പ്രോഡക്ട്സിലാണ്, ബേക്കറിയുടെ പ്രൊഡക്ഷൻ. ഈ ബ്രെഡ്, അതേപോലെ കേക്ക്, ബിസ്ക്കറ്റ്സ് പോലെയുള്ളതിൽ നമ്മൾ ഈ സാധനം ഈ ബ്രാൻ നന്നായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലോറിന്റെ കൂടെ ഒരു 20% എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ ഡിഫാറ്റഡ് ബ്രാൻ പൊടിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഫുഡ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. ദെൻ പിന്നെ ഉള്ളത് ഫെർട്ടിലൈസേഴ്സ് ആയിട്ടാണ്. ഈ ഡിഫാറ്റഡ് ബ്രാൻഡിന് NPK വാല്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ദെൻ മെഡിസിനൽ യൂസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ ഇതിനകത്ത് കൂടുതലാണ്. അമിനോ ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് കോമ്പൗണ്ട്സ് ഒക്കെ തന്നെയും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മെഡിസിനൽ പേർപ്പസിന് വേണ്ടിയിട്ടും ഈ ഡിഫാറ്റഡ് ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നു. അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നമ്മൾ ഇന്ന് പഠിച്ചത് റൈസിന്റെ പ്രോസസ്സിംഗ് ആണ്. നമുക്ക് സെറിയൽ പ്രോസസ്സിംഗ് ആണ് ആദ്യത്തെ ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്ന സെറിയൽസ് ആണ് റൈസ്, വീറ്റ് പോലെ. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീറ്റിന്റെ പ്രോസസ്സിംഗ് പഠിക്കാം. ഇന്ന് നമ്മൾ റൈസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഒറൈസ സെറ്റായവി ആയിരുന്നു ഇതിന്റെ പിന്നെ സയന്റിഫിക് നെയിം പറഞ്ഞത്. നമ്മൾ പിന്നെ എന്താ പറഞ്ഞത്? ഇന്ത്യയാണ് അതിന്റെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്നുള്ളത്. പിന്നെ അതിന്റെ മില്ലിംഗ് ആണ് അല്ലേ. മില്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഹസ്ക് ലെയർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ബ്രൗൺ റൈസ് ഉണ്ടാക്കുന്നത്. വീണ്ടും നമ്മൾ മില്ല് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്? വൈറ്റ് റൈസ് എന്ന് പറഞ്ഞു അല്ലെ. അതിൽ മോയ്സ്ചർ കണ്ടന്റ് എപ്പോഴും ഓർത്തിരിക്കുക. ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 18 to 25 ഡ്രൈ ചെയ്ത് നമ്മൾ 12 to 13% എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിൽ സ്മോൾ സ്കെയിലിൽ മോർട്ടാർ ആൻഡ് പെസ്റ്റിലാണ് നമ്മൾ പറഞ്ഞത്. ദെൻ മോഡേൺ റൈസ് മില്ലിംഗ് പ്രൊസീജിയേഴ്സിൽ ക്ലീനിങ്, ഹള്ളിങ്ങിന് വേണ്ടി ഡിസ്കളർ അല്ലെങ്കിൽ ഷെല്ലർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ വൈറ്റനിങ്, പേളിംഗ്, കോൺസ് ഓർക്കുക. ദെൻ പോളിഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് എല്ലാവരും ഫ്രാക്ഷൻസ് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പോളിഷ്ഡ് റൈസ് കിട്ടും. ദെൻ ഗ്രേഡിംഗ് ആൻഡ് കളർ സോർട്ടിംഗ്. ദെൻ പിന്നെ നമ്മൾ ബാർ ബോയിലിംഗ് ആണ് പഠിച്ചത്. ഇപ്പോഴും ഓർത്തിരിക്കുക, ഇറ്റ് ഇസ് എ ഹൈഡ്രോ തെർമൽ പ്രോസസ്. പാഡ് സോക്ക് ചെയ്യുന്നു, ദെൻ സ്റ്റീം ചെയ്യുന്നു. ജലാറ്റിനൈസേഷൻ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നോക്കുക. സോക്കിംഗ്, സ്റ്റീമിംഗ്, ഡ്രൈ, ഈ 3 മെയിൻ പ്രോസസ്സുകളാണ് ബാർ ബോയിലിംഗിൽ ചെയ്യുന്നത്.
ഇനി പാർബോയിലിംഗിന്റെ മെത്തേഡ്സ് ആണ് പറയുന്നത്. സിംഗിൾ സ്റ്റീമിങ്ങിൽ ഒറ്റ പ്രാവശ്യം അല്ലെ, ഡബിൾ സ്റ്റീമിങ്ങിൽ ആദ്യം സ്റ്റീം ചെയ്യുന്നു, വീണ്ടും സോക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റീം ചെയ്യുന്നു. ദെൻ ഹോട്ട് സോക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഹോട്ട് വാട്ടറിലാണ് നമ്മൾ സോക്ക് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു വ്യത്യാസം. CFTRI പാർബോയിലിംഗ് മെത്തേഡിൽ ഹോട്ട് വാട്ടർ സോക്കിങ്ങും പ്രഷർ പാർബോയിലിംഗ് മെത്തേഡും ആണ് പഠിച്ചത്. PPRC ബോയിലിംഗിൽ ക്രോമേറ്റ് സോക്കിംഗ് പ്രോസസ്സ് പഠിച്ചു. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കണ്ടു. റൈസ് പ്രോഡക്ട്സിൽ പഫ്ഡ് റൈസും ഫ്ലേക്ക്ഡ് റൈസും പറഞ്ഞു. റൈസ് ബ്രാനിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് നോക്കുക. റൈസ് ബ്രാൻ ഓയിലിന്റെ മെത്തേഡ് അതെങ്ങനെ പ്രോസസ് ചെയ്യും, മെക്കാനിക്കൽ ആണെങ്കിൽ ഹൈഡ്രോളിക് പ്രസ് അല്ലെങ്കിൽ ഓയിൽ എക്സ്പെല്ലേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അതല്ലെങ്കിൽ പിന്നെ N-ഹെക്സൈൻ വെച്ച് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡ് ആണ്. അതിൽ ബോയിലിംഗ് പോയിന്റ് 66 to 70 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, നമ്മൾ ക്രൂഡ് റൈസ് ബ്രാൻ ഓയിലിനെ എഡിബിൾ എന്നുള്ള ഗ്രേഡ് ഓയിൽ എന്നുള്ള രീതിയിലേക്കുള്ള കൺവേർഷൻ ആണ്. അതിനുള്ള 5 സ്റ്റെപ്പുകൾ അല്ലെ, ഡീവാക്സിങ് ആൻഡ് ഡീഗമ്മിങ്, ന്യൂട്രലൈസേഷൻ, ഡീകളറൈസേഷൻ, ഡിയോഡറൈസേഷൻ ആൻഡ് വിൻഡറൈസേഷൻ. ഓരോന്നിന്റെ യൂസ് നമ്മൾ പറഞ്ഞല്ലേ. എഡിബിൾ ഗ്രേഡ് ഓയിൽ, ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ക്രൂഡ് ഓയിൽ, അത് സോപ്പ് മാനുഫാക്ചർ, ഫ്രീ ഫാറ്റി ആസിഡ് മാനുഫാക്ചർ, പ്ലാസ്റ്റിസൈസേഴ്സ്, റൈസ് ബ്രാൻ വാക്സ്, പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഡീഫാറ്റഡ് ബ്രാൻ ആണെങ്കിൽ ഫീഡ്, ഫുഡ്, ഫെർട്ടിലൈസർ ആൻഡ് മെഡിസിനൽ യൂസസ് വരും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള ക്ലാസ്സിൽ നമുക്ക് വീറ്റ് പോലുള്ള മറ്റ് സെറിയൽസിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളിലോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സെറിയൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ സീഡ്സും പൾസസും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവാം. താങ്ക് യു.